റിലേ സെറ്റിങ്ങിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു പാർട്ടാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഡിജിറ്റൽ റിലേസൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഐ ഗ്രേറ്റർ എന്നൊക്കെ പറഞ്ഞ സിമ്പിൾസ് കാണും. അതിൽ ടീൻ്റെ ഏതോളം സിമ്പിൾസ് കാണും. അറിയാവുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ്, അല്ലാത്തവർക്ക് അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ സിസ്റ്റം അനുസരിച്ച് ഈ വാല്യൂസ് വ്യത്യാസം വരും. എന്നിരുന്നാലും അതെന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഐ ഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവർ വാല്യൂ ഓഫ് കറണ്ടാണ് അവിടെ വരുന്നത്. ലോവർ വാല്യൂ ഇൻ ദ സെൻസ് നമ്മുടെ ഫാൾട്ട് കറണ്ടിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള ഒരു കറണ്ടായിരിക്കും വരുന്നത്. ആ കറണ്ട് അല്ലെങ്കിൽ ആ ഫാൾട്ട് കറണ്ട് ആയിരിക്കും ആ കറണ്ടിൽ ട്രിപ്പ് ആവണമെന്നുള്ളൊരു വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഒരു ചെറിയ വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും. അതിന് കുറേ ടൈം എടുത്ത് വേണം ട്രിപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഇത് ഡെഫിനിറ്റ് ടൈം ഓവർ കറണ്ട് റിലേയുടെ ഒരു ഗ്രാഫാണ് ഈ വരച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് വരുമ്പോൾ ആ കറണ്ട് എത്തിയെങ്കിലും ഈ ഒരു ടൈം വരെ ആ ഒരു സിസ്റ്റം വെയിറ്റ് ചെയ്തിട്ടേ ട്രിപ്പ് ആക്കുള്ളൂ. അതായത് സപ്പോസ് ഈ ഐ ഗ്രേറ്റർ എന്ന് പറഞ്ഞൊരു 10 കിലോ ആംപിയർ ആണെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് 1 സെക്കൻഡ് കഴിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു, 3 സെക്കൻഡ് ആകുമ്പോഴേക്കും ട്രിപ്പ് ആവുന്നത്. അതായത് ടി ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ എത്തുമ്പോഴേക്കും ട്രിപ്പ് ആവുന്നത്. ഇപ്പോൾ 3 സെക്കൻഡ് സെറ്റ് ചെയ്ത് അങ്ങനെ. ഇനി അതിനുശേഷം നമ്മൾ പിന്നെ വേറൊരു ഫാൾട്ടാണ് സംഭവിക്കുന്നത്. ആ ഫാൾട്ട് ഈ റേഞ്ചിലുള്ള വാല്യൂ ഐ ഗ്രേറ്റർ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഒരു 15 കിലോ ആംപിയറാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് 1 സെക്കൻഡ് കഴിഞ്ഞാൽ ട്രിപ്പ് ആവില്ല, ഒരു 2 സെക്കൻഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ടി ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 3 സെക്കൻഡ് ആകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ട്രിപ്പിംഗ് നടക്കുക. അപ്പോൾ അതാണ് ആ ഗ്രാഫ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതിനിടയിലുള്ള വാല്യൂസ് ഏതെങ്കിലും വന്നാൽ ആ ഒരു ടൈം എടുത്തിട്ട് ട്രിപ്പ് ആവും എന്നുള്ളത് ഇത് മനസ്സിലാക്കിയെടുക്കുക. അതേപോലെ തേർഡ് പോയിൻ്റാണ് ഐ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ഐ ഗ്രേറ്റർ 3 സാധനം. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അത് ഈ മുന്നിൽ പറഞ്ഞ 2 കറണ്ടിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പിംഗ് ടൈം കുറച്ച് കൊടുക്കുന്നത്, ഏറ്റവും ലോവസ്റ്റ് ട്രിപ്പിംഗ് ടൈം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത്രയും ടൈമെങ്കിലും അത് എടുത്തതിന് ശേഷമായിരിക്കും ട്രിപ്പ് ആകുന്നത്. അതാണ് ഈ ഒരു ഗ്രാഫ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പറഞ്ഞാൽ ഡെഫിനിറ്റ് ടൈം, അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു സമയം വാട്ട്സോവർ എന്നാലും അത് എടുത്തതിന് ശേഷം ഒരു ഡിലേ കൊടുത്ത് ട്രിപ്പ് ആക്കുന്നൊരു സംവിധാനമാണ് ഡെഫിനിറ്റ് ഓവർ ടൈം ഓവർ കറണ്ട് റിലേയിൽ. ഇൻവേഴ്സ് ടൈമിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ടൈം കൂടുതലെടുക്കും എപ്പോൾ കറണ്ട് കുറവാണെങ്കിൽ, ഫാൾട്ട് കറണ്ട് കുറവാണെങ്കിൽ. ഫാൾട്ട് കറണ്ട് കൂടുതലാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുള്ളൂ. ഇവിടെ ടൈം രണ്ടും കൂടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതാണ് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് വരുന്നത്. ഇൻവേഴ്സ് ടൈം ഓവർ കറണ്ട് റിലേ, ഇൻവേഴ്സ് ടൈം ആ പേരിൽ തന്നെ ഉണ്ട്, ഓവർ കറണ്ട് റിലേ എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൽ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ പഠിച്ച സാധനമില്ലേ, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണതനുസരിച്ച് ഈ ഗ്രാഫ് മുകളിലേക്ക് പോകുന്നതാണ്. വിച്ച് മീൻസ് നമ്മുടെ ടൈം ഡിലേ കൂട്ടാൻ വേണ്ടിയാണ്, ട്രിപ്പിങ്ങിന് വേണ്ടിയുള്ള ടൈം ഡിലേ കൂട്ടാനുള്ള ഒരു സംവിധാനമാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ 0.1 പ്ലഗ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമ്മുടെ കറണ്ട് ട്വൈസ് ആയിട്ടുള്ള ഒരു വാല്യൂ വരുമ്പോഴായിരിക്കും ട്രിപ്പിങ്ങിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ആ ടൈം ആയിരിക്കും ട്രിപ്പ് ആവുന്നത്. മൾട്ടിപ്ലയർ സെറ്റിംഗ് കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ടൈം ഡിലേ, ആ 2 ടൈംസ് കറണ്ട് വന്നാൽ അത് ട്രിപ്പ് ആവാനുള്ള ടൈം ഇവിടെ കൂടുതലായിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ 1 ആക്കുമ്പോഴത്തേക്ക്, അതായത് പൊതുവെ ജസ്റ്റ് ഇപ്പോൾ 10 കിലോ ആംപിയറാണ് നമ്മുടെ ഫാൾട്ട് കറണ്ട് അതിൻ്റെ, അല്ലെങ്കിൽ 1000 ആംപിയർ അതിൻ്റെ സെറ്റ് കറണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 2000 ആംപിയർ വരുവാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ 0.1 സെറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ 1 സെക്കൻഡിലായത് ട്രിപ്പ് ആവണം. അതേ സ്ഥാനത്ത് നമ്മൾ ടൈം സെറ്റിംഗ് കൂട്ടി കൊടുത്ത് 0.2 സെക്കൻഡ് ആക്കുമ്പോൾ അത് ട്രിപ്പ് ആവുന്നത് 2 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെ നമ്മൾ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് 1 സെക്കൻഡ് ആക്കി കൊടുക്കുമ്പോൾ അത് 10 സെക്കൻഡ് എടുക്കുമ്പോഴാണ് ഈ സെയിം കറണ്ടിന് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പോയിൻറ്റ്സിലും നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ 4 ടൈംസ് ഓഫ് കറണ്ട്, അതായത് 4000 ആംപിയർ വന്നാൽ ആദ്യം ഒരു 0.5 സെക്കൻഡ്സ് എടുക്കുക ട്രിപ്പ് ആവുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ അത് 1 സെക്കൻഡിനേക്കാളും കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 6 സെക്കൻഡൊക്കെ കഴിയുമ്പോഴാണ് ട്രിപ്പിംഗ് ആക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഐ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ 2-3 സ്റ്റേജായിട്ട് വേണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ അത് അതിൽ സെറ്റ് ചെയ്ത ടൈമിനെ ബേസ് ചെയ്ത്, കറസ്പോണ്ടിങ് ടൈമിനെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ ട്രിപ്പിംഗ് ആക്ഷൻ
സംഭവിക്കുക. ഇത് ജസ്റ്റ് ഒരു സ്കീമാണ്. അതിൻ്റെ അകത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എ എന്ന് പറഞ്ഞ പോയിൻ്റ് കാണിക്കുന്നുണ്ട്, ബി എന്ന് പറഞ്ഞ പോയിൻ്റ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് CT ത്രൂ വേരിയസ് റിലേസിലേക്ക് പോയേക്കണ കാണാം. 51, 51, 46, 79 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പിടിച്ച റിലേസിലേക്ക് പോയേക്കണ കാണാം. അപ്പോൾ നമ്മൾ ഈ ബി എന്ന് പറഞ്ഞ ഏരിയയിലുള്ള റിലേ ഏറ്റവും ഷോർട്ടസ്റ്റ് ഓപ്പറേറ്റിംഗ് ടൈമിൽ വേണം സെറ്റ് ചെയ്യാൻ. അതിൻ്റെ മുകളിലുള്ള റിലേ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു മിനിമം ടൈം ഡിഫറൻസ് ഒരു 200 to 300 സെക്കൻഡ് വരുന്ന രീതിയിലാണ്. ഇപ്പോൾ ന്യൂമറിക്കൽ റിലേസ് ആണെങ്കിൽ, നമ്മുടെ ഡിജിറ്റൽ റിലേസ് ആണെങ്കിൽ 200 to 300 മില്ലി സെക്കൻഡ് ഡിഫറൻസ് വരുന്ന രീതിയിൽ ചെയ്യും. ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ് ആണെങ്കിൽ നമ്മളൊരു 500 മില്ലി സെക്കൻഡ് വരെയുള്ള ഗ്യാപ്പ് വേണം ഉപയോഗിക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ ബി ഒരു മിനിമം ഓപ്പറേറ്റിംഗ് ടൈം ഒരു 0.1 ടു ടൈം മൾട്ടിപ്ലൈ സെറ്റിംഗ് ഒരു 0.1 വെച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആ ഒരു സെക്കൻഡ് ഡിഫറൻസ് വരുത്തിയിട്ട് വേണം നമ്മുടെ എയിലുള്ള സെറ്റ് ചെയ്യാൻ. കാരണം എന്താ എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഗ്രേഡ് എന്ന് പറയും. ഇപ്പോൾ ബിയിൽ എന്തെങ്കിലും ഫാൾട്ട്, ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നു, എന്നിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പല വേറെ പല ഫീഡേഴ്സായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ബി എന്ന് പറഞ്ഞ വൺ ഓഫ് ദ സെഷൻ മാത്രമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫാൾട്ട് വരുമ്പോൾ അതിന് ആയിരിക്കും ഷോർട്ടസ്റ്റ് ടൈം വയ്ക്കണേ, അതിൽ ട്രിപ്പ് ആവണം. അല്ലാണ്ട് അതിനൊരു ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മീൻവെയിൽ ഈ എയിലേക്ക് ആ ഫാൾട്ട് എത്തുകയും അത് പിടിക്കുകയും എന്നിട്ട് ആ ഫീഡറിൻ്റെ അകത്തുള്ള ആ ബസ് ബാറിൻ്റെ അകത്തുള്ള ഫുൾ സപ്ലൈയും ട്രിപ്പാകുന്ന ഒരു അവസ്ഥ സംജാതമാകും. അപ്പോൾ അത് നമ്മൾ അനുവദിച്ചുകൂടാ. അതാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു ഡിലേയുടെ കേസ് പറയുന്നത്. ഇതേ കേസ് തന്നെ നമ്മൾ സ്വിച്ച് ഗിയേഴ്സ് വയ്ക്കുമ്പോൾ ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സ്വിച്ച് ഗിയേഴ്സിൻ്റെ സെറ്റ് ടൈം ഒറിജിനൽ കറണ്ട് സെറ്റിങ്ങും ഇതേപോലെ നമ്മൾ ചെയ്യണം. ഇതിപ്പോൾ റിലേസിൻ്റെ സെറ്റിങ്ങാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേപോലെ ഇത് ഫർദർ പല പാനൽസിലേക്കൊക്കെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്, അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ടൈം ഡിലേ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അപ്സ്ട്രീമിലുള്ള, ഇതിന് എ എന്നൊക്കെ പറയുന്നത് ബീൻ്റെ അപ്സ്ട്രീമാണ്, ബി എന്ന് പറഞ്ഞാൽ സീൻ്റെ അപ്സ്ട്രീമാണ്, സി എന്ന് പറഞ്ഞാൽ ഡീൻ്റെ അപ്സ്ട്രീമാണ്. അപ്പോൾ അപ്സ്ട്രീമിലുള്ള സാധനം ട്രിപ്പ് ആവാണ്ട് നോക്കലാണ് നമ്മുടെ ഒരു ഗ്രേഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻ ദ പ്രീവിയസ് ഡയഗ്രാം. എൻഡ് ഡി, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഡി എന്ന് പറഞ്ഞ എൻഡിലുള്ള സാധനമായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ടൈമിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്ട്രീം മറ്റേതിന് മുമ്പായിട്ട് ഒരു 0.2 സെക്കൻഡ് ഡിലേ, അതായത് ഫോർ എക്സാമ്പിൾ ഇത് ഡി 0.2 സെക്കൻഡ്സ് ട്രിപ്പ് ആവുകയാണെങ്കിൽ ഇതൊരു 0.4 സെക്കൻഡ്സിലായിരിക്കണം ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെഫിനിറ്റ് ടൈം ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ ഇങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മറ്റേ നമ്മുടെ സോഴ്സിൻ്റെ ഇമ്പിഡൻസ് ലാർജറായിട്ടുള്ള ലൈൻ ഇമ്പിഡൻസിനേക്കാൾ ലാർജറായിട്ടുള്ള ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ നിയർ എൻഡും ഫാർ എൻഡും തമ്മിലുള്ള അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമിലുള്ള ഈ ഫാൾട്ട് കറണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര കുറവായിരിക്കും. അവിടെയാണ് ഈ ഡെഫിനിറ്റ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇൻവേഴ്സ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടൈം അതനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കറക്റ്റ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഗ്യാപ്പെല്ലാം വയ്ക്കണം. അപ്പോൾ ഫാർ എൻഡിലെ ഫാൾട്ട് കറണ്ട് ഭയങ്കര ചെറുതും ലോക്കൽ എൻഡിലെ അപ്സ്ട്രീം എൻഡിലേക്കാളും ഫാൾട്ട് ലെവൽ താഴത്തേക്ക് പോകുന്നതോറും കുറയുവാണെങ്കിൽ നമ്മൾ കൂടുതലും ഇൻവേഴ്സ് മോഡ് ടൈപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേ സെറ്റ് ചെയ്യാനൊക്കെ നോക്കിയവർക്കൊക്കെ കാണാൻ പറ്റും. അതിൽ പല മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോഡിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ്, നമ്മുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ കർവ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ന്യൂമറിക്കൽ റിലേസിൽ ഡിജിറ്റലി ഏത് മോഡിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യും. കാരണം അതിൽ മൈക്രോ പ്രോസസർ ബേസ്ഡ് ആണ്. അവൻ വേണമെങ്കിൽ ഡെഫിനിറ്റ് ടൈം ഗ്രാഫിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇൻവേഴ്സ് ടൈപ്പ് ഗ്രാഫിനെ ബേസ് ചെയ്തും വർക്ക് ചെയ്യും. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ടങ്ങ് നിർത്താം. ഓക്കെ.